Hello friends, welcome back to my English classroom. In this class, we are going to discuss about the poem Dead Woman Walking, written by Meena Kandasamy. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ മീന കന്ദസ്വാമിയുടെ ഡെഡ് വുമൺ വാക്കിംഗ് എന്ന കവിതയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പുരാവൃത്ത കഥയെയും അതിലെ ഒരു കഥാപാത്രത്തെയും എടുത്തുകൊണ്ട് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ സങ്കടങ്ങളെക്കുറിച്ച് പറയുകയാണ് ഡെഡ് വുമൺ വാക്കിംഗ് എന്ന ഈ കവിതയിലൂടെ മീന കന്ദസ്വാമി ചെയ്യുന്നത്. ഈ കവിതയെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം. കവിതയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ എഴുത്തുകാരിയെ വളരെ വേഗത്തിലൊന്ന് പരിചയപ്പെടാം. മീന കന്ദസ്വാമി. മീന കന്ദസ്വാമി വാസ് ബോൺ ഇൻ 1984 ആൻഡ് ഈസ് ബേസ്ഡ് ഇൻ ചെന്നൈ. ചെന്നൈ സ്വദേശിയായ മീന കന്ദസ്വാമി 1984 ജനിക്കുന്നത്. ഷീ ഈസ് ആൻ ഇന്ത്യൻ പോയറ്റ്, ഫിക്ഷൻ റൈറ്റർ, ട്രാൻസ്ലേറ്റർ ആസ് വെൽ ആസ് ആക്ടിവിസ്റ്റ്. ഇന്ത്യൻ കവയത്രിയായ ഇവർ കഥാകാരിയാണ്, വിവർത്തകയാണ്, സാമൂഹിക പ്രവർത്തകയുമാണ്. Her debut collection of poems was titled Touch 2006 and the poems in this collection revolved around caste and untouchability. ഇവരുടെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് 2006 പുറത്തിറങ്ങിയ ടച്ച്. തൻ്റെ ആദ്യത്തെ ഈ കവിതാ സമാഹാരത്തിൽ തന്നെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും തൊട്ടുകൂടായ്മയെക്കുറിച്ചും ഇവർ എഴുതി. Her second collection titled Miss Militancy 2010 contained feminist reclaimings and revokings of Hindu and Tamil myths. ഇവരുടെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് 2010 പുറത്തിറങ്ങിയ മിസ് മിലിറ്റൻസി. ഈ കവിതാ സമാഹാരത്തിൽ ഹിന്ദു തമിഴ് ഐതിഹ്യ കഥകളിലെ ഒരു സ്ത്രീപക്ഷ തിരിച്ചെടുക്കലാണ്, ഒരു സ്ത്രീപക്ഷ പുനരാഖ്യാനമാണ് അവർ നടത്തിയത്. The poem Dead Woman Walking is a part of this collection. ഈ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഡെഡ് വുമൺ വാക്കിംഗ്. നമുക്കിനി കവിതയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ കവിതയെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു ഐതിഹ്യ കഥ നമ്മൾ അറിയേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ആ കഥയാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ കവിതയെ വിശദമായി വിശകലനം ചെയ്യും. This poem by Meena Kandasamy is woven around the legendary story of Karaikal Ammayar. കരൈക്കൽ അമ്മയാറിൻ്റെ പുരാവൃത്ത കഥയിൽ നിന്നാണ് ഈ കവിത മീന കന്ദസ്വാമി നെയ്തെടുത്തിരിക്കുന്നത്. കരൈക്കൽ അമ്മയാർ ഈസ് എ മിത്തോളജിക്കൽ ക്യാരക്ടർ ഹു വാസ് എ ഗ്രേറ്റ് ഡിവോട്ടി ഓഫ് ലോർഡ് ശിവ. അടിയുറച്ച ശിവഭക്തയായ പുരാണ കഥാപാത്രമാണ് കരൈക്കൽ അമ്മയാർ ആൻഡ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ശിവ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇവർക്ക് ഈ അടിയുറച്ച ശിവഭക്തി ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. She was later married to Paramadhathan, the son of a wealthy merchant. അവർ പിന്നീട് ധനികനായ വ്യാപാരിയുടെ മകനായ പരമദത്തനെ കല്യാണം കഴിച്ചു. She continued to take care of Shiva devotees as she did in her childhood days, feeding them and giving them clothes. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശിവഭക്തന്മാരെ സഹായിക്കുന്ന, അവർക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ നൽകുന്ന ശീലമുണ്ടായിരുന്ന ഇവർ കല്യാണത്തിന് ശേഷവും ആ ശീലം തുടർന്നു പോന്നു. Once her husband gave her 2 mangoes to kept for him. ഒരിക്കൽ അവരുടെ ഭർത്താവായ പരമദത്തൻ 2 മാങ്ങകൾ നൽകിയിട്ട് അത് തനിക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. And as she had an unexpected Shiva devotee as guest for lunch and lunch wasn't ready yet. അങ്ങനെ ഇരിക്കെയാണ് ഒരു ശിവഭക്തൻ ഉച്ചഭക്ഷണ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്നത്. ഉച്ചഭക്ഷണമാണെങ്കിൽ തയ്യാറായിട്ടുമില്ല. She gave the guest one of these mangoes. തൻ്റെ ഭർത്താവ് സൂക്ഷിച്ചു വെക്കുവാൻ ആവശ്യപ്പെട്ട ആ 2 മാങ്ങകളിൽ നിന്നൊന്ന് വിശന്നു വലഞ്ഞു വന്ന ആ ശിവഭക്തന് അവർ നൽകി. Later, when her husband came home, she served him a mango. പിന്നീട് ഭർത്താവ് വീട്ടിലെത്തി. ഭർത്താവ് വന്നയുടനെ തന്നെ ഒരു മാങ്ങ എടുത്ത് ഭർത്താവിന് നൽകി. ആൻഡ് he asked for the second. പക്ഷേ അപ്പോൾ ഭർത്താവ് രണ്ടാമത്തെ മാങ്ങ ആവശ്യപ്പെട്ടു. She didn't know what to do as it had already been served to the guest at lunch. ഉച്ചഭക്ഷണ സമയത്ത് വന്ന ആ ശിവഭക്തന് ആ ഒരു മാങ്ങ നൽകിയതിനാൽ എന്ത് തൻ്റെ ഭർത്താവിനോട് പറയുമെന്ന വിഷമത്തിലായി അവർ. So she prays hard to Shiva. ഒരു കടുത്ത ശിവഭക്തിയായ അവർ ശിവനോട് പ്രാർത്ഥിച്ചു. And suddenly a mango appears in her hand as if by magic. അത്ഭുതമെന്നോണം ഒരു മാങ്ങ അവരുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതൊന്നും അറിയാത്ത ഭർത്താവ്
താൻ സൂക്ഷിക്കാൻ കൊടുത്ത രണ്ടാമത്തെ മാങ്ങയാണെന്ന് വെച്ച് അത് കഴിച്ചു. ദിസ് സെക്കൻഡ് മാംഗോ ടേസ്റ്റഡ് എക്സ്ട്രീംലി ഡെലീഷ്യസ് ആസ് കമ്പയർഡ് ടു ദ ഫസ്റ്റ്. പക്ഷേ ആ രണ്ടാമത്തെ മാങ്ങ കഴിച്ചപ്പോഴാണ് ഭർത്താവിന് ഒരു വല്ലാത്ത വ്യത്യാസം അനുഭവപ്പെട്ടത്. ആദ്യം കഴിച്ച മാങ്ങയേക്കാളും വളരെ രുചികരമായിരുന്നു രണ്ടാമത്തെ മാങ്ങ. ഭർത്താവിന് സംശയങ്ങൾ തുടങ്ങി. ആൻഡ് ഹർ ഹസ്ബൻഡ് സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ഹർ. ഭർത്താവ് അവളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. എന്താണ് ഈ മാങ്ങയ്ക്ക് ഇത്ര രുചി? ഞാൻ സൂക്ഷിക്കാൻ തന്ന മാങ്ങ തന്നെയാണോ ഇത്? എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾ തുടങ്ങി. ആസ് ഹി വാസിൻറ്റ് എ ബിലീവർ ഓഫ് ശിവ, ഷീ റിഫ്രൈൻ ഫ്രം ടെല്ലിംഗ് ദ ആക്ച്വൽ ട്രൂത്ത്. ഭർത്താവ് ഒരു ശിവഭക്തനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടന്ന സംഭവങ്ങൾ പറഞ്ഞാൽ ഭർത്താവ് വിശ്വസിക്കുമെന്ന് അവൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് ഭർത്താവിനോട് പറയാൻ കഴിഞ്ഞില്ല. ആൻഡ് ഹർ ഹസ്ബൻഡ് ബിഗാൻ സസ്പെക്റ്റിംഗ് ഹർ. പക്ഷേ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിപ്പോകുന്ന അവരോട് ഭർത്താവിന് സംശയങ്ങൾ തോന്നി തുടങ്ങുന്നു. ഹി ആസ്ക്ഡ് ഹർ ടു ഗെറ്റ് അനദർ ഫ്രൂട്ട് ആൻഡ് ഷീ പ്രേസ് അഗെയിൻ ആൻഡ് ഗീവ്സ് ഹിം എ മാംഗോ ബട്ട് ഇറ്റ് ഡിസപ്പിയേഴ്സ് ആസ് സൂൺ ആസ് ഹി ടച്ചസ് ഇറ്റ്. ഭർത്താവിന് എന്തെല്ലാമോ സംശയങ്ങൾ തോന്നുന്നു. ഭാര്യയ്ക്കാണെങ്കിൽ കൃത്യമായി വിവരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയും. അവർക്കിടയിൽ അസ്വസ്ഥത വളരുന്നു. ഭാര്യ പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ അത്തരത്തിൽ ഒരു മാങ്ങ കൂടി ഉണ്ടാക്കി നൽകാൻ അയാൾ ആവശ്യപ്പെടുന്നു. ഭാര്യ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഒരു മാങ്ങ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ അയാൾ അത് തൊടുന്ന നിമിഷം തന്നെ ആ മാങ്ങ അപ്രത്യക്ഷമാകുന്നു. ദിസ് മേക്സ് ഹർ ഹസ്ബൻഡ് റിയലൈസ് ദാറ്റ് ഷീ ഈസ് നോ ഓർഡിനറി വുമൺ. ഭർത്താവിന് ആകെ അത്ഭുതമാവുന്നു. തൻ്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയല്ല എന്നയാൾക്ക് തോന്നുന്നു. ബട്ട് എ ഡിവൈൻ പേഴ്സൺ, ഒരു ദൈവീക വ്യക്തിയാണ് അവർ എന്നയാൾ വിചാരിക്കുന്നു. ആൻഡ് ദസ് കാൾസ് ഹർ അമ്മയാർ, മീനിങ് മദർ. അങ്ങനെ ഭർത്താവ് തന്നെയാണ് അവരെ അമ്മയാർ എന്ന പേര് നൽകി വിളിക്കുന്നത്. മദർ, അമ്മ എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ഹീ കുഡ് നോ ലോങ്ങർ ടേക്ക് ഹർ ആസ് എ വൈഫ്, സോ ഹി ലീവ്സ് ഹർ ആൻഡ് മൂവ്സ് ടു അനദർ പ്ലേസ് where he marries another woman named Chellam, through whom he had a child as well. പിന്നീട് അങ്ങോട്ട് ഇവരെ തൻ്റെ ഭാര്യയായി കണക്കാക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിച്ച് അയാൾ പോകുന്നു. മറ്റൊരു സ്ഥലത്തെത്തി ചെല്ലം എന്ന പേരുള്ള മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അതിൽ ഒരു കുഞ്ഞുണ്ടാവുന്നു. ഡിജക്റ്റഡ്, കരൈക്കൽ അമ്മയാർ പ്രേസ് ടു ലോർഡ് ശിവ ടു ഗീവ് ഹർ എ ഡിഫറെൻറ്റ് ഫോം. ദുഃഖിതയായ കരൈക്കൽ അമ്മയാർ ശിവനോട് പ്രാർത്ഥിക്കുന്നു. തനിക്ക് മറ്റെന്തെങ്കിലും ഒരു രൂപം നൽകാൻ ആവശ്യപ്പെടുന്നു. ആൻഡ് ഈസ് ഗ്രാൻഡഡ് ഹർ വിഷ് ബൈ ബിക്കമിങ് എ ഫെയറി ഫോം ഓഫ് കാളി. അങ്ങനെ ശിവൻ കാളിയുടെ അഗ്നിമയമായ ജ്വലിക്കുന്നൊരു രൂപം അവർക്ക് നൽകുന്നു. ഇറ്റ് ഈസ് ദിസ് സ്റ്റോറി അപ്പോൺ വിച്ച് മീന കന്ദസ്വാമീസ് പോയം ഡെഡ് വുമൺ വാക്കിംഗ് ഈസ് ബേസ്ഡ് അപ്പോൺ. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മീന കന്ദസ്വാമിയുടെ ഡെഡ് വുമൺ വാക്കിംഗ് എന്ന ഈ കവിത പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കരൈക്കൽ അമ്മയാറിൻ്റെ പുരാണ ഇതിവൃത്ത കഥയിൽ നിന്നാണ്. The poem narrates how this once beautiful and loyal wife is turned into a dead woman walking by her husband's dejection and desertion. ഒരിക്കൽ സുന്ദരിയും അനുസരണയുള്ളവളുമായിരുന്ന ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടക്കേട് മൂലവും അയാൾ ഉപേക്ഷിച്ചതിനാലും എങ്ങനെയാണ് ഒരു ഡെഡ് വുമൺ വാക്കിംഗ് ആയി മാറിയത് എന്നതാണ് ഈ കവിതയിലൂടെ കന്ദസ്വാമി പ്രതിപാദിക്കുന്നത്. ഡെഡ് വുമൺ വാക്കിംഗ്, മരിച്ചവളായി മാറിയിട്ടുണ്ട്. എന്നാൽ അനാഥപ്രേതം പോലെ അവർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് വുമൺ വാക്കിംഗ്, മരിച്ച ഒരു സ്ത്രീ നടക്കുന്നു. നമ്മൾ പറയാറുണ്ട് മരിച്ച ആത്മാവ്, അല്ലേ? അതിന് കൃത്യമായി ശാന്തി കിട്ടാതെ ആത്മാവ് അലഞ്ഞു തിരിയുന്നതിന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലൊരാശയമായിട്ടാണ് ഇവിടെ കവിത മുന്നോട്ട് വരുന്നത്. കവിതയ്ക്ക് ആസ്പദമായ പുരാവൃത്ത കഥ മനസ്സിലായല്ലോ. നമുക്കിനി കവിതയിലേക്ക് വിശദമായിട്ട് കടക്കാം. ഡെഡ് വുമൺ വാക്കിംഗ്. I am a dead woman walking asylum corridors, with faltering step, with felted flying hair, with hollowed cheeks that offset bulging eyes, with welts on my wrist, with creasing skin, with seizure of speech and song, with a single story between my sobbing pendulous breast. ഒരു സ്ത്രീ അവരുടെ ഇന്നത്തെ സങ്കടകരമായ അവസ്ഥയെ വിവരിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഐ ആം എ ഡെഡ് വുമൺ വാക്കിംഗ് അസൈലം കൊറിഡോസ്. ഐ ആം എ ഡെഡ് വുമൺ, ഞാൻ ഇന്ന് മരിച്ചവളാണ്.
വാക്കിംഗ് അസൈലം കൊറിഡോസ്, ഞാൻ അഭയം തേടി നടക്കുകയാണ്. കൊറിഡോസ് എന്ന് വെച്ചാൽ ഇടനാഴി. പല പല ഇടനാഴികളിലൂടെ അഭയം തേടി ഞാനിന്ന് അലയുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കൃത്യമായി നമ്മൾ പറഞ്ഞ പോലെ മരിച്ചിട്ടും ആത്മശാന്തി ലഭിക്കാതെ ഞാൻ അലയുകയാണ്. വിത്ത് ഫാൾട്ടറിങ് സ്റ്റെപ്പ്, വിത്ത് ഫെൽറ്റഡ് ഫ്ലൈയിങ് ഹെയർ, വിത്ത് ഫാൾട്ടറിങ് എന്ന് വെച്ചാൽ ആടി ആടി നടക്കുക, വേച്ച് നടക്കുക. എൻ്റെ സ്റ്റെപ്പുകൾ, എൻ്റെ ഓരോ കാലടികളും ആടി ആടിയാണ് ഞാൻ വയ്ക്കുന്നത്. ഞാൻ വേച്ചാണ് നടക്കുന്നത്. വിത്ത് ഫെൽറ്റഡ് ഫ്ലൈയിങ് ഹെയർ, ഫെൽറ്റഡ് കമ്പിളി പോലെയുള്ള, ഫ്ലൈയിങ് പാറിപ്പറക്കുന്ന മുടിയുമായി ഞാൻ നടക്കുകയാണ്. വിത്ത് ഹാലോഡ് ചീക്സ്, കുഴിഞ്ഞ കവിൾത്തടങ്ങളുമായി. ദാറ്റ് ഓഫ്സെറ്റ് ബൾജിങ് ഐസ്, ഒരുപോലെയുള്ള തള്ളി നിൽക്കുന്ന കണ്ണുകളുമായി, തുറച്ചു നിൽക്കുന്ന കണ്ണുകളുമായി. വിത്ത് വെൽസ് ഓൺ മൈ റിസ്റ്റ്, എൻ്റെ കണങ്കൈയിൽ ചരടൊക്കെ ഉണ്ട്. വിത്ത് ക്രീസിങ് സ്കിൻ, ചുളിഞ്ഞ തൊലിയുമായി. വിത്ത് ഷീഷർ ഓഫ് സ്പീച്ച് ആൻഡ് സോങ്, എനിക്ക് പാടണമെന്നും സംസാരിക്കണമെന്നുമുണ്ട്, പക്ഷേ ഒരു വല്ലാത്ത പിടുത്തം തൊണ്ടയിൽ അനുഭവപ്പെടുന്നു. ഷീഷർ ഓഫ് സ്പീച്ച് ആൻഡ് സോങ്, എനിക്കിന്ന് പഴയ പോലെ സംസാരിക്കാനോ പാടാനോ ശരിക്ക് സാധിക്കുന്നില്ല. വിത്ത് എ സിംഗിൾ സ്റ്റോറി ബിറ്റ്വീൻ മൈ സോബിങ് പെൻറ്റുലസ് ബ്രസ്റ്റ്, എൻ്റെ തേങ്ങലുകൾക്കും തൂങ്ങിയ മാറിടത്തിനുമിടയിൽ ഒരു കഥ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കരയ്ക്കൽ അമ്മയാർ എന്ന പുരാണ കഥാപാത്രം അവരുടെ ഇന്നത്തെ അവസ്ഥയോർത്ത് സങ്കടപ്പെടുന്നതായിട്ടാണ് കവിത ആരംഭിക്കുന്നത്. ഞാനിന്ന് അലഞ്ഞു തിരിയുകയാണ്, വേച്ച് നടക്കുകയാണ്, പാറിപ്പറന്ന മുടിയാണ്, കുഴിഞ്ഞ കവിൾത്തടങ്ങളാണ്, തള്ളി നിൽക്കുന്ന കണ്ണുകളാണ്, എൻ്റെ പാട്ടും സംസാരവുമെല്ലാം നിലച്ചുപോയി. എനിക്ക് ആകെ ഒരു കഥ മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ തേങ്ങലുകൾക്കും തൂങ്ങിയ മാറിടത്തിനുമിടയിൽ എനിക്കൊരു കഥ മാത്രമേ പറയാനുള്ളൂ. പെൻഡുലസ് ബ്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ആ സൗന്ദര്യത്തെയാണ്. ഒരു നാൾ താനുമൊരു സുന്ദരിയായിരുന്നു, എന്നാൽ ഇന്ന് ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി, പ്രായമായി. ഈ സങ്കടങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു കഥയുണ്ട്. എൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയാണ് താൻ ഇനി പറയാൻ പോകുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റാൻസയിലൂടെ കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. വൺസ് ഐ വാസ് എ വൈഫ്, ബ്യൂട്ടിഫുൾ, മാരീഡ് ടു എ മെർച്ചൻറ്റ്, സ്വിഫ്റ്റ്ലി eyed, living the life until he was lost in listless doubt of how what I gave him was more delicious than whatever had been given to me. നമ്മൾ ആദ്യം പറഞ്ഞ കരയ്ക്കൽ അമ്മയാറിൻ്റെ ആ പുരാണ കഥയാണ് അവർ ഇനി അങ്ങോട്ട് വിവരിക്കുന്നത്. വൺസ് ഐ വാസ് എ വൈഫ്, ഞാനും ഒരിക്കൽ ഒരു ഭാര്യയായിരുന്നു. ബ്യൂട്ടിഫുൾ, സുന്ദരിയായ ഒരു ഭാര്യ. മാരീഡ് ടു എ മെർച്ചൻറ്റ്, ഒരു വ്യാപാരിയെ കല്യാണം കഴിച്ചവൾ. സ്വിഫ്റ്റ്ലി eyed, വളരെ വേഗത്തിലുള്ള കണ്ണുകളുമായി, അതായത് ഭർത്താവിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾക്കും വിശ്വസ്തയായി കൂടെ നിന്ന ഒരു ഭാര്യ. ലിവിങ് ദ ലൈഫ്, യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹണ്ടിൽ ഹി വാസ് ലോസ്റ്റ് ഇൻ ലിസ്റ്റ്ലെസ് ഡൗട്ട്, പക്ഷേ ഒരു നാൾ ഒരു വലിയ സംശയം അയാളിൽ പിടിപെട്ടു. അതുവരെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഒരു നാൾ ലോസ്റ്റ് ഇൻ ലിസ്റ്റ്ലെസ് ഡൗട്ട്, അടങ്ങാത്ത സംശയങ്ങൾ അയാൾക്ക് വരാൻ തുടങ്ങി. ഓഫ് ഹൗ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന രീതിയിലാണ് അയാൾക്ക് സംശയം. വാട്ട് ഐ ഗേവ് ഹിം വാസ് മോർ ഡെലീഷ്യസ് ദാൻ വാട്ടെവർ, പക്ഷേ ഞാൻ അയാൾക്ക് നൽകിയത് എത്രയോ മനോഹരമായിരുന്നു, എത്രയോ രുചികരമായ ഒന്നായിരുന്നു. പക്ഷേ അയാൾക്ക് സംശയമായി. വാട്ടെവർ ഹാഡ് ബീൻ ഗിവൺ ടു മീ, എനിക്ക് തന്നതിനേക്കാൾ എത്രയോ രുചികരമായിട്ടുള്ള ഒന്നാണ് ഞാൻ അയാൾക്ക് നൽകിയത്. പക്ഷെ എന്നിട്ടും അയാൾക്ക് എന്തെന്നില്ലാത്ത സംശയമായി എന്നോട്. നമ്മൾ പറഞ്ഞ ആ പുരാണ കഥയാണ് ഇവിടെ പറയുന്നത്. ആ മാങ്ങ നൽകിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. 2 മാങ്ങകൾ സൂക്ഷിക്കാൻ കൊടുക്കുകയും എന്നാൽ ഒരു മാങ്ങ മറ്റൊരാൾക്ക് നൽകുകയും ചെയ്ത ആ സംഭവത്തെയാണ് വിവരിക്കുന്നത്. ഇവിടെ പറയുന്നത് കൃത്യമായി ഒരു വ്യാപാരിയുടെ മകനെയാണ് കല്യാണം കഴിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റ്ലി eyed എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ ഓടിച്ചാടി എല്ലാ കാര്യങ്ങൾക്കും വിശ്വസ്തയായി കൂടെ നിന്നതാണ്, സന്തോഷകരമായിട്ട് ജീവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു നാൾ സംശയത്തിൻ്റെ നീലിൽ ആയിപ്പോകുന്നതുമാണ് പറയുന്നത്. ഭർത്താവിന് അതോടുകൂടി സംശയം നീലിക്കുന്നതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഞാൻ
എത്രയോ രുചികരമായ ഒന്നാണ് കൊടുത്തത്, എനിക്ക് തന്നതിനേക്കാളും രുചികരമായ ഒന്ന് എന്നുദ്ദേശിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, 2 മാങ്ങകൾ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മാങ്ങ രണ്ടാമത് കൊടുത്ത സമയത്ത് രുചികരമായതാണ് അല്ലേ, കൂടുതൽ രുചിയുള്ളതാണ് ശിവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്, അതാണ് കൊടുത്തത്. അതും ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അയാൾ എന്നെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലാണ് ഞാൻ അയാളെ സ്നേഹിച്ചത് എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വാട്ട് ഐ ഗേവ് ഹിം വാസ് മോർ ഡെലീഷ്യസ് ദാൻ വാട്ട് എവർ ഹാഡ് ബീൻ ഗിവൺ ടു മീ. എനിക്ക് നൽകിയിട്ടുള്ളതിനേക്കാളും എത്രയോ രുചികരമായ ഒന്നാണ് ഞാൻ അയാൾക്ക് നൽകിയത്. അതായത് എനിക്ക് കിട്ടിയ സ്നേഹത്തെക്കാൾ എത്രയോ മടങ്ങ് സ്നേഹമാണ് അങ്ങോട്ട് കൊടുത്തത്. എന്നിട്ടും അയാൾക്ക് എന്നോട് സംശയമായി. ഹിസ് മാത്തമാറ്റിക്സ് കുഡ് നെവർ എക്സ്പ്ലെയിൻ ദ മാജിക് ഓഫ് മൈ മൾട്ടിപ്ലൈയിങ് ലവ്, ദിസ് മിറാക്കിൾ, ലൈക്ക് മെറ്റീരിയലൈസിങ് മാംഗോസ് ഔട്ട് ഓഫ് തിൻ എയർ, ലൈക്ക് ഡിഷിങ് ഔട്ട് വാട്ട് വാസ് നെവർ ദർ. ശിവഭഗവാന്റെ കടാക്ഷത്താൽ അന്തരീക്ഷത്തിൽ നിന്ന് ഇവർക്ക് മാങ്ങ ലഭിക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇവിടെ പറയുന്നത്. ഹിസ് മാത്തമാറ്റിക്സ് കുഡ് നെവർ എക്സ്പ്ലെയിൻ, അയാളുടെ കണക്കുകൂട്ടലുകൾക്ക് വിവരിക്കാനാവാത്തതായിരുന്നു ദ മാജിക് ഓഫ് മൈ മൾട്ടിപ്ലൈയിങ് ലവ്, എൻ്റെ ഈ ഇരട്ടിക്കുന്ന സ്നേഹത്തോടെയുള്ള അത്ഭുതം. ദിസ് മിറാക്കിൾ, ഈ അത്ഭുതം. ഭർത്താവ് ഒരു തനി കച്ചവടക്കാരനാണ്, അതുകൊണ്ടാണ് ഹിസ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അയാൾക്ക് കണക്ക് കൂട്ടലുകൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് എങ്ങനെ ചിന്തിച്ചിട്ടും എവിടെ നിന്നാണ് ഈ മാങ്ങ വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കണക്ക് കൂട്ടലുകൾ മാത്രം നടത്തുന്ന അയാളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു ഈ അത്ഭുതം. ദ മാജിക് ഓഫ് മൈ മൾട്ടിപ്ലൈയിങ് ലവ്, എൻ്റെ ഈ ഇരട്ടിക്കുന്ന അത്ഭുതമാകുന്ന സ്നേഹം അല്ലേ, ദ മാജിക്, ഇതൊരു മാജിക്കാണ്. ഓഫ് മൾട്ടിപ്ലൈയിങ് ലവ്, എൻ്റെ ഇരട്ടിക്കുന്ന സ്നേഹം. ഭർത്താവിന് എങ്ങനെയെങ്കിലും അത് കൊടുക്കണം, ഭർത്താവ് ചോദിക്കുമ്പോൾ കൊടുക്കണം എന്ന എൻ്റെ സ്നേഹം കൊണ്ടാണ് അത് ശിവഭഗവാൻ എനിക്ക് നൽകിയത്. ദിസ് മിറാക്കിൾ, ഈ അത്ഭുതം. എന്താണ് ആ അത്ഭുതം? ലൈക്ക് മെറ്റീരിയലൈസിങ് മാംഗോസ് ഔട്ട് ഓഫ് തിൻ എയർ. മെറ്റീരിയലൈസിങ്, പ്രത്യക്ഷപ്പെടുക. മാംഗോസ്, മാങ്ങകൾ. ഔട്ട് ഓഫ് തിൻ എയർ, അന്തരീക്ഷത്തിൽ നിന്ന് തനിയെ അവളുടെ കയ്യിൽ മാങ്ങ പ്രത്യക്ഷപ്പെടുന്നത്. ലൈക്ക് ഡിഷിങ് ഔട്ട് വാട്ട് വാസ് നെവർ ദർ. ഡിഷിങ് ഔട്ട്, ശൂന്യതയിൽ നിന്ന് ഉണ്ടായി വരിക. ലൈക്ക് ഡിഷിങ് ഔട്ട് വാട്ട് വാസ് നെവർ ദർ, കയ്യിലില്ലാതിരുന്ന ഒരു സംഭവം ശൂന്യതയിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടായി വരിക. അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ആ അത്ഭുതം അയാളുടെ കണക്കുകൾക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. എനിക്കിത് ശിവഭഗവാൻ നൽകിയതാണ് എന്ന് അവർ പറയുമ്പോൾ അയാൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അയാൾക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ദിസ് ഡിസ്ക്രിപ്പൻസി ഡ്രോവ് ഹിം എവേ, എ ന്യൂ ജോബ് ഇൻ അനദർ സിറ്റി. He hitched himself to a fresh and formless wife. Of course, as all women do, I found out. This discrepancy drove him away. ഈ ഒരു ഡിസ്ക്രിപ്പൻസി, പൊരുത്തക്കേട്, drove him away, അയാളെ എന്നിൽ നിന്നും അകറ്റി. ഈ ഒരു പൊരുത്തക്കേട്, അയാൾക്ക് എന്നെ വിശ്വാസമില്ലാത്തത് ഞങ്ങൾ തമ്മിൽ അകലാൻ കാരണമായി. എ ന്യൂ ജോബ് ഇൻ അനദർ സിറ്റി, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് മറ്റൊരു ജോലി തേടി അയാൾ മറ്റൊരു നഗരത്തിലേക്ക് പോയി. ഹി ഹിച്ച്ഡ് ഹിംസെൽഫ് ടു എ ഫ്രഷ് ആൻഡ് ഫോംലെസ് വൈഫ്. ആ പുതിയ നാട്ടിൽ അയാൾ ഒരു പുതിയ ഭാര്യയെ കണ്ടെത്തി. ഹിച്ച്ഡ്, കണ്ടെത്തുക. ഹിംസെൽഫ് ടു എ ഫ്രഷ് ആൻഡ് ഫോംലെസ്, പുതിയ ഒരു ഭാര്യയെ. ഫോംലെസ്, രൂപമില്ലാത്ത ഒരു ഭാര്യയെ എന്ന് പറയാൻ കാരണം സുന്ദരിയായ തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അയാൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു സുന്ദരിയെ തേടിയിട്ടല്ല അയാൾ പോകുന്നത്, അയാൾക്ക് ഒരു ഭാര്യയെ മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് ഫോംലെസ്, രൂപമില്ലാത്ത ഒരു ഭാര്യയെ അയാൾ അവിടെ കണ്ടെത്തി. ഓഫ് കോഴ്സ്, ആസ് ആൾ വുമൻ ഡു, ഐ ഫൗണ്ട് ഔട്ട്. തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും തൻ്റെ ഭർത്താക്കന്മാരുടെ ഇത്തരം കള്ളക്കളികൾ കണ്ടുപിടിക്കുന്നത് പോലെ ഐ ഫൗണ്ട് ഔട്ട്, ഞാനും അത് കണ്ടെത്തി. അയാൾക്ക് മറ്റൊരു നാട്ടിൽ ഭാര്യയുണ്ട് എന്ന സത്യം ഞാനും ഏതൊരു സ്ത്രീയെയും പോലെ മനസ്സിലാക്കി. കരയ്ക്കൽ അമ്മയാറിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നതെങ്കിലും ഇന്ത്യയിലെ ദളിത് സ്ത്രീകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ് ഈ പറഞ്ഞത്. ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുകയും പിന്നീട് ചതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ദളിത് സ്ത്രീകൾ ഇന്ത്യയിലുണ്ട്. അത്തരം ചതിക്കപ്പെട്ട സ്ത്രീകളുടെ പ്രതീകമായിട്ടാണ് കരയ്ക്കൽ അമ്മയാറിനെ മീന കന്ദസ്വാമി ഈ കവിതയിലൂടെ ചിത്രീകരിക്കുന്നത്. നമുക്കിനി കവിതയുടെ അവസാന ഭാഗത്തേക്ക് പോകാം. ഐ വെപ്റ്റ് ഇൻ വെയിൻ, ഐ വെയിൽഡ്, ഐ വാക്ക്ഡ് ഓൺ മൈ ഹെഡ്, ഐ വെന്റ് ടു ഗോഡ്, ഐ സാങ് ഇൻ പ്രൈസ് ഓഫ് ഡാൻസിങ് ഡെർവിഷസ്,
I made music for this world to devour on some dejected day. I shed my beauty, I sacrificed my six senses. Some call me mad, some call me mother, but all of them led me here to this land of living dead. I wept in vain. ഞാനൊരു കാര്യവുമില്ലാതെ കുറേ കരഞ്ഞു. I wailed. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. I walked on my head. ഞാൻ തലപുകഞ്ഞ് ആലോചിച്ച് കുറേ നടന്നു. I went to God. അങ്ങനെ അവസാനം ഞാൻ ദൈവത്തിനടുത്തെത്തി. I sang in praise of dancing dervishes. ഡാൻസിങ് ഡെർവിഷസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൃത്തദേവതകളെയാണ്. നൃത്തദേവതകളെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് പാടി. ഐ മെയ്ഡ് മ്യൂസിക് ഫോർ ദിസ് വേൾഡ് ടു ഡെവർ ഓൺ സം ഡിജക്റ്റഡ് ഡേ. സങ്കടകരമായ ദിവസം ഭയഭക്തിയോടെ പാടാനുള്ള സംഗീതം ഞാൻ ലോകത്തിന് സമ്മാനിച്ചു. അതായത് ഞാൻ ഒരുപാട് സങ്കടത്തോടെ പാടി നടന്നു. അത് ആർക്കാണെങ്കിലും സങ്കടം വരുമ്പോൾ പാടാനുള്ള പാട്ടായി മാറി. ഐ ഷെഡ് മൈ ബ്യൂട്ടി. ഞാൻ എൻ്റെ എല്ലാ സൗന്ദര്യവും ത്യജിച്ചു. ഐ സാക്രിഫൈസ്ഡ് മൈ സിക്സ് സെൻസസ്. ഞാൻ എൻ്റെ 6 ഇന്ദ്രിയങ്ങളും വേണ്ടെന്ന് വെച്ചു. ഇവിടെ കൃത്യമായി ഇവരുടെ അവസാന കാലത്തെ സംഭവങ്ങളെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കരഞ്ഞു, സങ്കടപ്പെട്ടു, ഒരുപാട് ആലോചിച്ചു. അങ്ങനെ അവസാനം ശിവൻ്റെ മുമ്പിലെത്തി. എന്നിട്ട് ശിവനോട് ആവശ്യപ്പെട്ടു, തനിക്ക് മറ്റൊരു രൂപം നൽകണം. സുന്ദരിയായ ഈ സ്ത്രീയുടെ രൂപത്തിൽ തനിക്കിനി ജീവിക്കേണ്ട. അങ്ങനെ ശിവഭഗവാൻ അവളുടെ ആവശ്യം അംഗീകരിക്കുകയാണ് ചെയ്തത്. അവൾ ആവശ്യപ്പെടുന്നത് വികൃതമായൊരു രൂപമാണ് തനിക്ക് നൽകേണ്ടത് എന്നുള്ളതാണ്. ഈ സൗന്ദര്യം എന്നിലുണ്ടാവാൻ പാടില്ല. വളരെ വികൃതമായ ഒരു രൂപമായി എനിക്ക് മാറണം. മാത്രമല്ല എൻ്റെ എല്ലാ കഴിവുകളും എന്നിൽ നിന്ന് ഒഴിവാക്കണം. അതായത് 6 സെൻസസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ സാധാരണ പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയാറുള്ളത്. 5 സെൻസസ് ആണുള്ളത്. ഇവിടെ ഒരു 6th സെൻസ് കൂടിയുണ്ട് അല്ലേ. 6ാം ഇന്ദ്രിയമുണ്ട്. പ്രത്യേക കഴിവുകളുള്ളവളാണ് ഞാൻ എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് എല്ലാവരും തന്നെ ആരാധിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാ കഴിവുകളും എന്നിൽ നിന്ന് ഒഴിവാക്കണം. എൻ്റെ സൗന്ദര്യം എനിക്ക് ഇല്ലാതാക്കി തരണം. എനിക്ക് മറ്റൊരു രൂപം നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സം കാൾ മീ മാഡ്. പലരും എന്നെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി. സം കാൾ മീ മദർ. പലരും എന്നെ അമ്മ എന്ന് വിളിച്ചു. ബട്ട് ആൾ ഓഫ് ദം ലെഡ് മീ ഹിയർ. പക്ഷെ അവരെല്ലാവരും കൂടി എന്നെ ഇവിടെ എത്തിച്ചു. ടു ദിസ് ലാൻഡ് ഓഫ് ലിവിങ് ഡെഡ്. മരിച്ചവരുടെ ഈ ഭൂമിയിൽ, മരിച്ചവർ മാത്രം ജീവിക്കുന്ന ഈ സ്ഥലത്ത് അവരെന്നെ എത്തിച്ചു. തമിഴ്നാട്ടിൽ ഒരുപാട് പേർ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയാണിന്ന് കരൈക്കൽ അമ്മയാർ. ഇവരുടെ പേരിൽ ഒരുപാട് അമ്പലങ്ങളും തമിഴ്നാട്ടിലുണ്ട്. മറ്റ് ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വികൃതമായൊരു രൂപമാണ് ഇവർക്കുള്ളത്. ആ വികൃതമായ രൂപത്തിന് പിന്നിലെ കഥയാണ് ഈ കവിതയിലൂടെ മീനാ കന്ദസ്വാമി പറയുന്നത്. തൻ്റെ ഈ കവിതയിലൂടെ കരൈക്കൽ അമ്മയാറിനെയും അമ്മയാറിൻ്റെ പിന്നിലെ ഇതിവൃത്ത കഥയെയും പുനർജീവിപ്പിക്കുകയാണ് മീനാ കന്ദസ്വാമി ചെയ്യുന്നത്. അതുകൂടാതെ കരൈക്കൽ അമ്മയാറിനെ ഇന്ത്യയിലെ ദളിത് സ്ത്രീകളുടെ പ്രതിനിധിയായി കൂടി ചിത്രീകരിക്കുന്നുണ്ട്. ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ദളിത് സ്ത്രീകൾ പിന്നീട് അങ്ങോട്ട് ജീവിക്കുന്നത് മരിച്ചതിന് തുല്യമായാണ്. കരൈക്കൽ അമ്മയാറിൻ്റെ ഈ ദുരവസ്ഥയിലൂടെ ഇന്ത്യയിലെ ദളിത് സ്ത്രീകളെ കൂടിയാണ് മീനാ കന്ദസ്വാമി വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മീനാ കന്ദസ്വാമിയുടെ ഡെഡ് വുമൺ വാക്കിംഗ് എന്ന ഈ കവിതയും ഈ കവിതയ്ക്ക് പിന്നിലെ ഇതിവൃത്ത കഥയും നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.